നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ റിമാൻഡിലായിരുന്ന തന്ത്രി കണ്ഠരര് രാജീവരെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ഉയർന്ന രക്തസമ്മർദ്ദവും ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളും കണ്ടെത്തിയതിനെ തുടർന്നാണ് വിദഗ്ധ ചികിത്സയ്ക്കായി അദ്ദേഹത്തെ മാറ്റിയത്. ഇതിനിടെ ശബരിമലയിലെ ദ്വാരപാലക ശില്പപാളികൾ കടത്തിയ കേസിലും തന്ത്രിയെ പ്രതി ചേർക്കാൻ പ്രത്യേക അന്വേഷണ സംഘം ഒരുങ്ങുകയാണ്. ഇതിനിടെ ചെങ്ങന്നൂരിലെ തന്ത്രിയുടെ വീട്ടിലും SIT പരിശോധനയും നടക്കുകയാണിപ്പോൾ. ഇന്ന് രാവിലെ തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിൽ വെച്ചാണ് തന്ത്രിക്ക് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായത്. ഭക്ഷണം നൽകാൻ ഉദ്യോഗസ്ഥരെത്തിയപ്പോൾ തനിക്ക് തലകറക്കവും നെഞ്ചുവേദനയും ഉണ്ടെന്ന് തന്ത്രി അറിയിക്കുകയായിരുന്നു. ഉടൻ തന്നെ ആംബുലൻസിൽ ജനറൽ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. പ്രാഥമിക പരിശോധനയിൽ രക്തസമ്മർദ്ദം ഉയർന്ന നിലയിലാണെന്നും കാലിൽ നീരുണ്ടെന്നും ഡോക്ടർമാർ അറിയിച്ചു. ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളുണ്ടെന്നും ECGയിൽ കൂടുതൽ പരിശോധന വേണ്ടിവരുമെന്നും പരിശോധിച്ച ഡോക്ടർ വിനു വ്യക്തമാക്കി. മതിയായ ചികിത്സ നൽകണമെന്ന് കോടതി നേരത്തെ ജയിൽ സൂപ്രണ്ടിന് നിർദ്ദേശം നൽകിയിരുന്നു. തലകറക്കം അനുഭവപ്പെടുന്നുണ്ടെന്ന് തന്ത്രി ഡോക്ടർമാരോട് പറഞ്ഞിരുന്നു. ജനറൽ ആശുപത്രിയിലെ പരിശോധനയ്ക്ക് ശേഷം ഉച്ചയോടെയാണ് അദ്ദേഹത്തെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. കേസിനെക്കുറിച്ച് ഒന്നും പറയാനില്ല എന്നായിരുന്നു ആശുപത്രിയിലേക്കുള്ള യാത്രയ്ക്കിടെ തന്ത്രിയുടെ ഏക പ്രതികരണം. സ്വർണം പൊതിഞ്ഞ കട്ടിളപ്പാളികൾ കടത്തിയ കേസിൽ റിമാൻഡിലായ തന്ത്രിയെ തേടി അടുത്ത കേസും എത്തുകയാണ്. ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ മാറ്റി ചെമ്പ് പാളികളാക്കിയ കേസിലും തന്ത്രിയെ പ്രതി ചേർക്കാൻ SIT തീരുമാനിച്ചു. സ്വർണത്തിന് ശോഭ മങ്ങിയതിനാൽ അറ്റകുറ്റപ്പണി നടത്താമെന്ന് അനുമതി നൽകിയത് തന്ത്രിയാണ്. എന്നാൽ സ്വർണം മാറ്റി ചെമ്പ് വെച്ച ശേഷം തയ്യാറാക്കിയ മഹസറിൽ തന്ത്രി ഒപ്പിട്ടത് ഗൂഢാലോചനയുടെ തെളിവായി പോലീസ് കാണുന്നു. തന്ത്രി ദേവസ്വം ബോർഡിൽ നിന്ന് വാങ്ങുന്ന പടിത്തരം ദക്ഷിണയല്ല, മറിച്ച് ശമ്പളത്തിന് തുല്യമായ പ്രതിഫലമാണെന്നാണ് പോലീസിന് ലഭിച്ച നിയമോപദേശം. അതിനാൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് തുല്യമായ ഉത്തരവാദിത്തം ക്ഷേത്ര സ്വത്തുക്കൾ സംരക്ഷിക്കുന്നതിൽ തന്ത്രിക്കുണ്ടെന്ന് SIT റിമാൻഡ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രിയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് പോലീസ് വിശദമായ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. കട്ടിളപ്പാളികൾ കടത്താൻ പോറ്റിക്ക് മൗനാനുവാദം നൽകിയത് തന്ത്രിയാണെന്ന കണ്ടെത്തലിൽ ഉറച്ചു നിൽക്കുകയാണ് അന്വേഷണ സംഘം. വരുന്ന ചൊവ്വാഴ്ച കൊല്ലം വിജിലൻസ് കോടതിയിൽ തന്ത്രിയെ പ്രതി ചേർത്തുള്ള റിപ്പോർട്ട് സമർപ്പിക്കും. അന്ന് തന്നെയാണ് തന്ത്രിയുടെ ജാമ്യാപേക്ഷയും പരിഗണിക്കുന്നത്. തന്ത്രി ഉണ്ണികൃഷ്ണൻ പോറ്റി, പത്മകുമാർ എന്നിവരെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് SITയുടെ നീക്കം. അതേസമയം തന്ത്രി അറസ്റ്റിലായ പശ്ചാത്തലത്തിൽ അതീവ ജാഗ്രതയോടെയാണ് കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വം പ്രതികരിക്കുന്നത്. തന്ത്രിയുടെ അറസ്റ്റിനെ രാഷ്ട്രീയമായി നേരിടുമ്പോൾ തന്നെ വിശ്വാസികളെയും താഴ്മൺ കുടുംബത്തെയും പിണക്കാതിരിക്കാനുള്ള തന്ത്രപരമായ നീക്കത്തിലാണ് മുന്നണികൾ. BJP തന്ത്രിയുടെ അറസ്റ്റിനെ രാഷ്ട്രീയ ഗൂഢാലോചനയായി കാണാനാണ് സാധ്യത. താഴ്മൺ മഠത്തെയും ശബരിമലയിലെ താന്ത്രിക പാരമ്പര്യത്തെയും സംരക്ഷിക്കേണ്ടത് വിശ്വാസപരമായ കടമയാണെന്ന നിലപാടിലാകും BJP എത്തുക. സർക്കാരിന്റെ ഹിന്ദുവിരുദ്ധ നീക്കത്തിന്റെ ഭാഗമാണ് ഈ അറസ്റ്റ് എന്ന പ്രചാരണം അവർ ശക്തമാക്കിയേക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അയ്യപ്പ വികാരം ആളിക്കത്തിക്കാമെന്നാണ് ഏവരുടെയും പ്രതീക്ഷ. ഇത് ഏത് രാഷ്ട്രീയ മുന്നണിക്ക് അനുകൂലമാകുമെന്നതാണ് നിർണായകം. CPM കരുതലോടെ പോകും. P. രാജീവ് അന്വേഷണം ശരിയായ ദിശയിലാണെന്ന് ഹൈക്കോടതിയെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും SITക്ക് മേൽ യാതൊരുവിധ രാഷ്ട്രീയ സമ്മർദ്ദവും ഇല്ലെന്നും നിയമമന്ത്രി P. രാജീവ് പറഞ്ഞു. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്നായിരുന്നു EP ജയരാജന്റെ പ്രതികരണം. അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിക്കൊപ്പമുള്ള ചിത്രം പരാമർശിച്ച മന്ത്രി P. രാജീവ് കട്ടവനും ഒത്താശ ചെയ്തവനും ഒരേ ഫ്രെയിമിൽ വന്നു എന്ന് പരിഹസിച്ചു. തന്ത്രി നാട്ടുകാരനും വേണ്ടപ്പെട്ട ആളാണെന്നും അന്വേഷണം നടക്കട്ടെ എന്നുമായിരുന്നു മന്ത്രി സജി ചെറിയാൻ പ്രതികരിച്ചത്. ഇതും CPMന്റെ കരുതലിന്റെ ഭാഗമാണ്. കോൺഗ്രസിന്റെ പ്രതികരണവും കരുതലോടെയാണ്. തന്ത്രിയെ എതിർക്കുകയോ അനുകൂലിക്കുകയോ ചെയ്യില്ല. എന്നാൽ എന്തുകൊണ്ടാണ് കടകംപള്ളി സുരേന്ദ്രനെ വെറുതെ വിടുന്നതെന്ന ചോദ്യം ഉയർത്തും. വിവാദങ്ങളുടെ നിഴലിൽ തന്ത്രി കുടുംബം പവിത്രമായ താന്ത്രിക പാരമ്പര്യം അവകാശപ്പെടുമ്പോഴും അടുത്ത കാലത്തായി ഈ കുടുംബത്തിലെ അംഗങ്ങൾ നേരിടുന്ന നിയമക്കുരുക്കളും ചെറുതല്ല.